welcome to another informative and interesting session with English Ladder. കേരളത്തിൽ ഇപ്പോഴത്തെ വിശേഷം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? കുറച്ച് ദിവസം മുമ്പ് വരെ നമുക്ക് നല്ല പേടിയായിരുന്നല്ലേ, മഴയും കാറ്റും ഫ്ലഡൊക്കെ ആവോ ഭർത്താവേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ വിളിക്കുമ്പോൾ മിക്കവാറും കോളൊക്കെ ചെയ്യുമ്പോൾ തന്നെ പറയും, മിസ്സേ ഒരു ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കോളൊക്കെ ചിലപ്പം കട്ടാവാൻ ഇത്തിരി പ്രശ്നമുണ്ട്, കണക്ട് ആവാൻ ഇത്തിരി സീനൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതായത് ചെറിയ മഴ അല്ലെങ്കിൽ ചെറിയ കാറ്റ്, ഇതിനൊക്കെ എന്താ മിസ്സ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത്. അപ്പം ഞങ്ങൾ ആലോചിച്ചു, എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മഴയും കാറ്റിനെയും കുറിച്ചാണ്. സോ അധികം സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടി അങ്ങോട്ട് പെയ്യല്ലോ അല്ലേ, ചെറിയ ചെറിയ സ്റ്റേജസ് ആയിട്ടായിരിക്കും വരുന്നല്ലേ. അപ്പോൾ നമുക്ക് അവിടെ തൊട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളി തുള്ളിയായിട്ടായിരിക്കും മഴ വരുന്നല്ലേ. ഇതിന് നമ്മൾ ഡ്രിസിൽ ചെയ്യുക എന്നാണ് പറയുക, ഡ്രിസിലിംഗ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇറ്റ് സ്റ്റാർട്ടഡ് ഡ്രിസിലിംഗ്, അതായത് തുള്ളി തുള്ളിയായിട്ട് മഴയൊന്ന് പെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയാം. നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? ഒരു ചാറ്റ മഴയായിരിക്കും ഇല്ലേ, ചാറ്റ മഴയ്ക്ക് നമ്മൾ പറയണത് ഷാർ എന്നാണ് പറയുക, റെയിൻ ഷാർ. ഓക്കെ, ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഷാർസ് ആർ ഓഫൻ അൺപ്രഡിക്റ്റബിൾ, അല്ലെങ്കിൽ റെയിൻ ഷാർസ് ആർ ഓഫൻ അൺപ്രഡിക്റ്റബിൾ എന്നും പറയാം. അതായത് ചാറ്റ മഴയാണ്, എപ്പോൾ പെയ്യും ആർക്കും ഒരു ഐഡിയ ഇല്ല ഇല്ലേ. ഇപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോഴായിരിക്കും പെട്ടെന്നൊരു മഴ ഇങ്ങോട്ട് പെയ്യുന്നത്. അപ്പോൾ ചാറ്റ മഴ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. ഓൾ റൈറ്റ്, ഇനി ചാറ്റ മഴ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? റെയിൻ ഇല്ലേ, മഴ. ഇതിന് ഞാൻ എക്സാമ്പിൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഇരിക്കട്ടെ ഒരു എക്സാമ്പിൾ അല്ലേ. സോ വീൽ ഗോ ഔട്ട് വെൻ ദ റെയിൻ ഇസ് ഓവർ. മഴയൊക്കെ മാറിയിട്ട് നമുക്ക് പുറത്ത് പോകാം, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ഇല്ലേ. ഓൾ റൈറ്റ്, ഇനി മഴ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാലോ പെരുമഴയാവും ഇല്ലേ. പെരുമഴയ്ക്ക് നമ്മൾ പറയുന്നതാണ് ഡൗൺ പോർ. ഈ ഡൗൺ പോറിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇറ്റ് വാസ് ദ ഹെവിയസ്റ്റ് ഡൗൺ പോർ എവർ റെക്കോർഡഡ്. അതായത് ഇന്നേ വരെ പെയ്ത മഴയിൽ നിന്നും ഏറ്റവും കൂടുതൽ മഴ പെയ്തിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട മഴയാണത്, നമ്മുടെ ഫ്ലഡിൻ്റെ ടൈമിലൊക്കെ ഉള്ള മഴ ഇല്ലേ. ഓൾറൈറ്റ്, ഇനി ഭയങ്കര പെരുമഴ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? നമ്മൾ കേരളക്കാരോട് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം എന്താണ്, ഫ്ലഡാണ് ഇല്ലേ. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഇല്ലേ. ഓൾ റൈറ്റ്, ലെറ്റ്സ് മൂവ് ടു ദ എക്സാമ്പിൾ. ദ ഫ്ലഡ് സ്വെപ്റ്റ് അവേ മെനി ഹോംസ്. അതായത് വെള്ളപ്പൊക്കത്തിൽ പല വീടുകളും ഒലിച്ചുപോയി, നമ്മൾ കണ്ടൊരു സിറ്റുവേഷൻ ആണ് അല്ലേ. ഓൾ റൈറ്റ്, അപ്പോൾ അതായിരുന്നു മഴയുടെ കുറേ പ്രോഗ്രഷൻസ്. സോ വേർ ഡിഡ് വി സ്റ്റാർട്ട്? ഡ്രിസിൽ, റെയിൻ ഷാർ, റെയിൻ, ഡൗൺ പോർ ആൻഡ് ഫ്ലഡ്. ഓൾ റൈറ്റ്, അപ്പോൾ നമ്മുടെ ഈ മഴ പോലെ തന്നെ കാറ്റിനും കുറച്ച് പ്രോഗ്രഷൻസ് ഉണ്ട്, നോക്കിയാലോ. നമ്മുടെ നോർമൽ കാറ്റൊക്കെ വീശുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ബ്രീസ് എന്നാണ് പറയുക, ബ്രീസ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയാം. ദ ലാമ്പ് സ്വങ് ഇൻ ദ ബ്രീസ്. അതായത് ആ കാറ്റത്ത് ആ ലാമ്പ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്തു. ഓക്കെ, ചെറിയ കാറ്റ്, നോർമൽ കാറ്റ്. ഓൾ റൈറ്റ്, ഓക്കെ. അപ്പോൾ നമ്മുടെ കാറ്റ് ഒന്ന് പ്രോഗ്രസ് ചെയ്ത നെക്സ്റ്റ് എന്തായിരിക്കും? ശക്തമായ കാറ്റ് ഇല്ലേ. ശക്തമായ കാറ്റിനെ നമ്മൾ പറയുന്നതാണ് ബ്ലാസ്റ്ററി. ഓക്കെ, ബ്ലാസ്റ്ററി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇറ്റ് ഈസ് എ കോൾഡ് ആൻഡ് ബ്ലാസ്റ്ററി നൈറ്റ്. നമ്മൾ ഈ മൂന്നാർ, കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ ഭയങ്കര രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ആയിരിക്കും അല്ലേ. ഇനിയും പോകുമ്പം എനിക്ക് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഇറ്റ്സ് എ കോൾഡ് ആൻഡ് ബ്ലാസ്റ്ററി നൈറ്റ്. ശക്തമായ കാറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്തത്? ചുഴലിക്കാറ്റ് അല്ലേ. ചുഴലിക്കാറ്റിനെ നമ്മൾ പറയണത് ഹറിക്കെയിൻ എന്നാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹറിക്കെയിൻസ് ആർ വെരി ഡിസ്ട്രക്റ്റീവ്. അതായത് ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതാണ് ഹറിക്കെയിൻസ് ആർ വെരി ഡിസ്ട്രക്റ്റീവ്. അപ്പം നിങ്ങൾക്ക് ഈ ടെർമിനോളജീസ് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ പ്ലീസ് ട്രൈ ടു യൂസ് ദിസ്. നമുക്ക് എന്തായാലും ഇത് ആവശ്യം വരുന്ന കാര്യങ്ങൾ, നമുക്ക് മഴയും കാറ്റും ഒക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ്. So please try to use this and we'll be back with another interesting session. Till then, bye bye.